ഹലോ നമസ്കാരം. പാപ്പു ആൻഡ് ഗ്രാൻഡ്മയുടെ അടുത്ത ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയ്ക്കലത്തെ എൻ്റെ ഫുഡാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതും ചോറ് വെച്ച് കറി അങ്ങനെയൊന്നും ചെയ്യാതെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാട്ടോ. 3-4 കാര്യങ്ങൾ ഒരുമിച്ച് തരുമ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പിയാണ് അമ്മ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അമ്മയുടെ പൊന്ന് ശരി 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 ചമ്മച്ചു. ഞാൻ എവിടെ നിൽക്കണോ അവിടെ വന്ന് നിൽക്കും. ഞാൻ എവിടെ കുളിക്കാൻ പോകണോ ടോയ്ലറ്റിന്റെ വാതൊക്കെ കിടക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഇതിനാകെ ഒരു പരവശോട്. അമ്മ പൊന്നെ അവിടെ പോയിരുന്നോ? ശരി അമ്മ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യല് ഞാൻ 3 ഐറ്റമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ പാപ്പു ആൻഡ് ഗ്രാൻഡ്മ കാണുന്ന എല്ലാവരും കാണുന്ന ചാനൽ തുറക്കുമ്പോൾ തന്നെ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലടിക്കാനും ഓളമർത്താനും മറക്കരുത്. നമുക്ക് ഉച്ചക്കലത്തെ വിഭവങ്ങളൊന്ന് കാണാം. വിഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചോറ്, ഒരു കറി, ഒരു ഫ്രൈ, റൈസാണിത്. ഇന്ത്യ ഗേറ്റാണ് ഇത്. സാധാരണ കൈമ റൈസാണ് ഉണ്ടാക്കാറ്, അതെടുത്തിട്ടില്ല. ഇത് ഞാൻ ചോറ് വേവിച്ച് വെച്ചു. പിന്നെ കുറച്ച് മല്ലിയില വേണം, പിന്നെ ഗാർലിക് വേണം. ഇത് രണ്ടുമാണ് നമ്മുടെ സ്പെഷ്യൽ. ഗാർലിക് കൊറിയൻഡർ റൈസ് ഇതാണ് ഇതിൻ്റെ. പിന്നെ ഇത്തിരി അതിൻ്റെ ആ സ്പൈസി ഇച്ചിരി എരിവ് വേണം. 2 വേപ്പിലയൊക്കെ വെറുതെ കേട്ടോ, അത് ഇടണമെന്നില്ല. ചോറ് റെഡിയാക്കാം. ചോറ് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ കറി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ഇതിൽ വേണ്ടത് കുറച്ച് ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു. ചട്ടി ചൂടാവുമ്പോൾ ഇതിൽ ബട്ടറിലാണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുക. ഒരു 3 പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. നെയ്യോ ബട്ടറോ അല്ലാണ്ട് വേറെ ഒന്നും നമ്മളത് ഇതിനകത്ത് ചേർത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറിൻ്റെ ആ രുചി നമുക്ക് കിട്ടില്ല. ഇതൊന്നും ഉരുകിക്കോട്ടെ. ഇതിൻ്റെ മെയിൻ സാധനം ഗാർലിക്കാണ്. ഇത് ഞാൻ അരിഞ്ഞു വെച്ചാണ് കേട്ടോ. അത് 1 സ്പൂണ് 1.5-2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് സോട്ടാക്കി എടുക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്, ഒരു പാടുമില്ല. അധികം മൂക്കാൻ പാടില്ല. നമ്മൾ പച്ചമുളക്, എരിവിന് വേണ്ടി എടുത്ത പച്ചമുളക്, ഇത്തിരി എരിവ് വേണ്ടേ, അത് വേണം. അപ്പം പച്ചമുളക് ഇട്ടു. ഇതെന്തൊരു എളുപ്പമാണെന്നറിയാമോ? ആ ഗാർലിക് ആ ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്ക് അതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം, കൊറിയൻഡർ ഇട്ട് കൊടുക്കാം. ഭയങ്കര ഹെൽത്തിയാണ് ഈ ചോറ് കേട്ടോ. നമ്മളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ മക്കളെ. ആദ്യം തന്നെ ചോറ് വേവിച്ച് വെക്കുക. ചോറ് ആദ്യം വേവിച്ച് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചാൽ എപ്പോഴും പറയണ പോലെ പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ ചോറ് നോക്കട്ടെ, സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് വേഗം ഉണ്ടാക്കണം കേട്ടോ. ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാട്ടോ ജോലിക്ക്. ഒരു ഇച്ചിരി ചിക്കൻ കറി ഉണ്ടായാൽ ഇച്ചിരി സ്റ്റൈലായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. എപ്പോഴും ചോറ് തന്നെയല്ലേ. എനിക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ നമ്മൾ നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ മക്കളെ. കണ്ടോ, ഇത്രയല്ലേ ഉള്ളൂ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ തീ കുറച്ചു കഴിഞ്ഞു. എന്താ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് ഇതാണ്. സൺഡേ അല്ലേ, ഇപ്പം സൺഡേ ആവുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവരെത്തിയിട്ടില്ല. അവൾക്ക് അമൃതയ്ക്ക് കണ്ണൂരാണ് ഇന്നലെ പ്രോഗ്രാം. അഭിരാമിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ എറണാകുളം എത്തിയിട്ടുണ്ട്. ഇപ്പം എത്തൂട്ട് അമ്മ എന്താ കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചോറുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്. അതും അവർക്ക് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് പ്രശ്നമില്ല. അബി അന്ന് കടയിലേക്ക് തന്നെ പോകും. കാരണം അബിയുടെ കടയിൽ റിനോവേഷൻ നടക്കുകയാണ്. അപ്പം അത് കാരണം ആ കുട്ടി അങ്ങോട്ട് പോകുന്നു. അമ്മേ ഞാൻ കഴിക്കാൻ വരില്ല, എനിക്ക് ചോറ് എടുത്തു വെച്ചോളൂ. ഇതാ നമ്മുടെ
ഗാർലിക്, കോറിയൻഡർ, റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് വെറുതെ ആയാലും കഴിക്കാം, പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം, ഓഫീസിൽ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മൾ ഈ റൈസ് വേവിക്കുമ്പോൾ ആ റൈസിലും കുറച്ച് ഇതിടണം കേട്ടോ മക്കളെ, ഇത്തിരി ബട്ടർ ഇട്ടേക്കണം, ആ ഒരു മയം കിട്ടുള്ളൂ. ഇതിനകത്ത് താളിക്ക് അത് ഇതൊന്നും വേണ്ട. താളിക്ക മീൻസ് നമ്മൾ മറ്റേ സാധനം ഇടൂലേ, അത് വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഇപ്പം നമ്മുടെ ചോറ് റെഡിയായി. അങ്ങനെ എൻ്റെ ഗാർലിക് കൊറിയൻഡർ റൈസ് റെഡിയായി. ഇനി ഇതിന് കറി വേണം, അത് വേഗമാക്കാം. ഇതിന് നമുക്ക് ഒരു സൈഡ് കറി വേണം. ഇതിന് ഗ്യാസ് കത്തിച്ചിട്ട് കേട്ടോ. ഇതിന് നമുക്ക് ഇപ്പോൾ റൈസ് ആയിട്ടുണ്ട്. ഈ റൈസിൽ അമ്മ എടുത്തിരിക്കുന്നത് ചന കറിയാണ്. ചന, വെള്ളക്കടല. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ വേവിച്ചു, അത് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള വേണം. ഇത് 2 തക്കാളിയാണ്, ഇച്ചിരി വലിയ തക്കാളിയാണ്. പിന്നെ അതിലേക്ക് കശുവണ്ടി വേണം, തൈര് വേണം. ഇത് വെള്ളം തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ വെള്ളം നമ്മൾ ചിലപ്പോഴൊക്കെ കളഞ്ഞു പോകും. വെള്ളം കൂടുമ്പോൾ ഇത് കളയരുത്, ഇതിനകത്തല്ലേ ഇതിൻ്റെ സത്തുകൾ ഇണങ്ങിയിരിക്കണേ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക്കുണ്ട്, പുതിനയുണ്ട്. ഈ പുതിന ഞാൻ തന്നെ ഇതൊക്കെ ഇത് അമ്മ പിടിപ്പിച്ചെടുത്തേക്കണതാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് പറ്റിയാലും ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണുണ്ടോ. അത് അവന്തിക പോയിട്ട് പറിച്ചിട്ട് വന്നത്. അപ്പോൾ ഈ പുതിന കുറച്ച് വേണം. എന്തിനു വേണം. പിന്നെ പച്ചമുളക്, കുറച്ച് ബട്ടർ വേണം, കുറച്ചിട്ടാ. ഇതിലേക്ക് അമ്മ, ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കണേ. ഇത് ഉലുവയിലയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണക്കി പൊടിച്ചതാണ്, കസൂരി മെത്തി. അപ്പം ഇത് കുറേ ഉണ്ട്. അപ്പം അതങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കും. നമ്മൾ ഉണക്കുമ്പോൾ അതിന് കുറച്ച് ഇതൊന്ന് പതുക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം. കരിയാനാട്ട പാടൂല. 2 പീസ് ബട്ടർ ഇട്ടു. സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. വഴറ്റിയെടുക്കുക. വെറുതെ ഒന്ന് വാടിയാൽ മതി. തക്കാളി, ഇത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഗാർലിക്കാണ്. മല്ലിയിലയുടെ കുറച്ച്, നേരത്തെ അരിഞ്ഞതിൻ്റെ ബാക്കി. പിന്നെ പച്ചമുളക്, ഇത് അരയ്ക്കാനായിട്ടോ മക്കളെ. ഒരെണ്ണം കൂടി ഇടുക. പിന്നെ ഇത്രയൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വെന്തോട്ടെ, ഒന്ന് വാടി വരട്ടെ കേട്ടോ. പിന്നെ അപ്പോൾ ഇനി അരയ്ക്കാനുള്ള കൂട്ടത്തിൽ നമ്മൾ ഇടേണ്ട സാധനങ്ങൾ ഇതാ, ഒരു 15 കശുവണ്ടി. അതൊക്കെ ഇതിൻ്റെ കൂടെ ചേരാനുള്ളതാണ് കേട്ടോ. നമ്മൾ എടുത്തു വച്ചിരിക്കണ പുതിനയില. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ചേർത്ത എല്ലാനായിണ്ട്. 1 സ്പൂണ് സവാള, ഓളം മല്ലി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഈ മുളക് കാശ്മീരിയും സാധാ മുളക് പൊടി മിക്സ് ചെയ്തതാണ്. ഇത് നമ്മൾ ഈ കസ്തൂരി മേത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതുമായി തുടങ്ങി. പിന്നെ ഇതിലേക്ക് തൈരാണ്. തൈര് ഇട്ട് കൊടുത്തു. ഇപ്പം കശുവണ്ടി ഉണ്ട്, ഇത്തിരി ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പുതിനയിലയുണ്ട്. ചൂടാറിയിട്ടേ നമ്മൾ അരയ്ക്കാവൂ കേട്ടോ. ഇതും കൂടിയിട്ട് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. നല്ല
പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞു. വാട്ടിയ മസാലയും വാട്ടിയ സവാള, തക്കാളി, ബാക്കി നിങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാനും കൂടി ഞാനിതിൽ 4 പീസ് ബട്ടറേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ബട്ടറിലും നെയ്യിലോ ചെയ്യുക മക്കളെ, ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഇച്ചിരി ബട്ടർ കഴിച്ചെന്ന് വെച്ചിട്ട് ഒന്നും വരാനൊന്നും പോണില്ല കേട്ടാ. അന്ന് മേടിച്ച് പേടിക്കുകയും വേണ്ട. അയ്യോ കൊളസ്ട്രോൾ കൂടിയ ഒന്നുമില്ല, ഒരു കൂടുതലും ഇല്ല. ഇത് ഉരുകി വരുമ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇതില്ലേ അതങ്ങോട്ട് ഒഴിച്ച് പൊട്ടിത്തെറിക്കൂട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് ഒന്ന് ആക്കിയെടുക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഏതിലാണ്? നമ്മുടെ എടാ നീ പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിലേക്ക് ആവോടെ മക്കളെ. കണ്ടോ, ഇതാണ് ചനയുടെ ഗ്രേവി. അതായത് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്ന ചോറിൻ്റെ കറി ഇതാണ്. കറിയായി ഇതാ. ഇനി നമ്മൾ നേരത്തെ അത് വേവിച്ച അതിൻ്റെ വെള്ളമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കഴുകി ഒഴിക്കുക. ഇത് പൂരിക്ക് നല്ലതാണ്, ചപ്പാത്തിക്ക് നല്ലതാണ്, പൊറോട്ടയ്ക്ക് നല്ലതാണ്. ഇതിട്ട് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു കേട്ടോ മക്കളെ. ഞാൻ എന്ത് സാധനം എടുക്കുകയാണെങ്കിലും എന്തെടുത്താലും, ഒരു ചിക്കൻ കറി വയ്ക്കുകയാണെങ്കിലും എൻ്റെ കൈയൊന്ന് പിടിക്കും. കുറച്ച് ഞാനത് മിഞ്ചി വയ്ക്കും, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതും ഫിനിഷായി. ഇനി ഇതിൽ നമ്മൾ മല്ലിയില ഗാർണിഷ് ചെയ്ത് തരണം കേട്ടോ. പുതിനയിലയോ മല്ലിയില ആയിരിക്കും കുറച്ച് നല്ലത്. തീർന്നു എൻ്റെ കയ്യിൽ മല്ലിയില കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് താളിക്ക കിളിക്ക പരിപാടിയൊന്നുമില്ല കേട്ടോ. മല്ലിയില വിതറണം. മല്ലിയില വിതറുക, കുറച്ച് ക്രീമും ഇതിൻ്റെ മുകളിൽ ഒരു ലേശം ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. ഇന്നലെ ഞാൻ ചിക്കനാണ് ഉണ്ടാക്കിയത്, ചിക്കൻ കറി. അപ്പോൾ എൻ്റെ അവന്തിക മോള് അമ്മാമ്മേ ചിക്കൻ ഫ്രൈ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യ എൻ്റെ കുട്ടി, കാല് വേനെടുക്കണം, അമ്മാമ്മയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവളറിയാണ്ട് അവൾക്കൊരു സർപ്രൈസ് പോലെയാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, മാംസം ഇങ്ങനെ ഇഞ്ചി വരുമ്പോൾ തന്നെ കണ്ട ഇത് തന്നെ ഇതിൻ്റെ വേവാണ് കണ്ടോ. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ടാൽ നല്ല ഉടാറ് ചിക്കൻ ഫ്രൈയും ഒക്കെയായി. ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് കുറച്ചിട്ടാക്കാം. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിനി ഭക്ഷണം ഇപ്പം ഇത്രയും 3 സാധനമാണ് ഇന്നത്തെ അമ്മയുടെ ലഞ്ച്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കുറച്ചൊരു ചെറിയ തക്കാളിയും സവാളയും പച്ചമുളകും ഒരിത്തിരി വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് ഒരു ചെറിയൊരു കുട്ടി ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 റെസിപ്പി നിങ്ങൾ ഒരു ദിവസത്തെ നിങ്ങളുടെയും ലഞ്ചോ ഡിന്നറോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് കൊടുക്കാൻ അടിപൊളിയാണ്. ഇപ്പം ഈ കറിക്ക് ഇത് അമ്മ എടുത്തേക്കണ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബീഫ് കറിയാക്കി എടുക്കാം. ബീഫ് കറി ഉണ്ടെങ്കിൽ ആ റൈസിന് അടിപൊളിയായിരിക്കും. റൈസായും പിക്കിളും. ഓക്കെ, അപ്പോൾ അമ്മയുടെ ഈ ചാനൽ എല്ലാവരും കാണണം, അമ്മയെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നല്ല മെസ്സേജുകളുണ്ട്. ഞാൻ തിരക്കിലേക്ക് വരുമ്പോഴാണ് അമ്മ റിപ്ലൈ തരാത്തേട്ടാ. എന്നാലും ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മറുപടിയൊക്കെ തരാം. നിങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടാവട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, അവൾക്കടെ അമ്മ മരിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ.
അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി വിഷമിക്കണ്ട കേട്ടോ മോളെ. അങ്ങനെ ഓരോരുത്തരും അപ്പം നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുമ്പോൾ അമ്മ ഇങ്ങനെ നമ്മൾക്ക് പ്രതികരിക്കാം. മറുപടി അമ്മ തരാം, കാണുന്നതിന് എല്ലാത്തിനും അമ്മ തരാം കേട്ടോ. അപ്പോൾ എൻ്റെ മോള് വിഷമിക്കണ്ട, അമ്മയുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ആ സ്നേഹം, ആ ഒരു ടച്ച് എന്നിൽ നിന്നും മോൾക്ക് കിട്ടിയതിൽ അമ്മ ഭയങ്കര സന്തോഷമാണ്. ബൈ മോളെ. അപ്പോൾ എല്ലാവർക്കും, അമ്മയെ കാണുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷമാവട്ടെ. ഹാപ്പി സൺഡേ. ബൈ ബൈ.